ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി മേഘശ്യാമളവർണ്ണനായിരിക്കുന്ന ഭഗവാന് നിവേദിച്ച നറുനവനീതം മോക്ഷാബ്ധി സാരതര ഭാഗവതാഖ്യദോ നാരായണീയ നവനീതമിതം ഗൃഹീത്വ എന്നാണ്. അങ്ങനെയുള്ള നറുനവനീതത്തിൻ്റെ മാധുര്യം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് 214 ദിവസം. ശ്രീമന്നാരായണീയം 21 ദശകമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 5 ശ്ലോകം ആദ്യം ചൊല്ലാം. എല്ലാ ദിവസത്തെയും പോലെ പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന നിഴൽ നാരായണീയം ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇനത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. ശ്ലോകം. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീചി ഖലു രമ്യേഹി രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭവന്തം ഭജേ എന്നാണ്.
ഉദീചി ഖലു രമ്യേഹി, നേരെ വടക്ക് ഭാഗത്ത് ഉള്ളതും, രമ്യകനാംനി വർഷേ, രമണീയമായതാണ്, രമ്യകം എന്ന് പേരോടുകൂടിയതുമായിരിക്കുന്ന ഭൂഖണ്ഡം. ഏതിൻ്റെ വടക്ക് ഭാഗത്ത്? ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗത്ത്. ഇളാവൃതത്തെ ആ പ്രമാണമായി കണ്ടുകൊണ്ടാണ് അതിൻ്റെ വടക്ക് ഭാഗത്ത്, അതിൻ്റെ കിഴക്ക് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയുന്നത്. അവിടെ തദ്വർഷനാഥമരുവര്യ സപര്യമാണം, രമ്യകവർഷത്തിൻ്റെ നാഥനായ മനുശ്രേഷ്ഠനാൽ, ആ മനു വിവസ്വാന്റെ പുത്രനായ വൈവസ്വതനാണ്. വൈവസ്വത മനുവിനാൽ പൂജിക്കപ്പെടുന്നവനായി ഭക്തൈക വത്സലം, ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ പ്രധാനപ്പെട്ട അമത്സരഹൃത്സുഭാന്തം, നിർമത്സരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന മത്സ്യാകൃതിം ഭുവനനാഥ, മത്സ്യരൂപത്തിൽ അവതരിച്ചനായിരിക്കുന്ന സാക്ഷാൽ ഹേ ജഗന്നാഥ, ലോകനാഥ, ഭവന്തം ഭജെ, അങ്ങയെ ഞാനിതാ ഭജിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. രമ്യേഹുദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഇടത്തിൽ പാടി സമർപ്പിക്കുന്നു. നാരായണ 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 ദേവാധിദേവാ ഉത്തരേ രമണീയമാം രമ്യകഭൂഖണ്ഡത്തിങ്കൽ വൈവസ്വതമനുവിനാൽ പൂജിതനായി ഭക്തജനവത്സലനായി മത്സ്യരൂപത്തോടെ മിന്നും ജഗന്നാഥ അവിടുത്തെ ഭജിച്ചിടുന്നു. നാരായണ 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 ദേവാധിദേവാ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.